ഒരു മൗലവി അറിഞ്ഞതറിയോ? 99 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് തന്നെ ഇസ്ലാം എന്ന് പുറത്തു പോകും. അത് കേൾക്കണം നിങ്ങൾക്ക്? അത് കേൾപ്പിച്ചെടുത്തവനെ. ഒരാൾ ലോറ് നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഇത് 33 വട്ടമാണ്. എല്ലാവർക്കും അറിയാം. ലോകത്തൊരു മുസ്ലിമിന് എതിരെ അഭിപ്രായമില്ല. ഒരാള് നമ്മളോട് ചോദിക്കണേ, ഇക്കാക്ക സുബ്ഹാനല്ലാഹ് എന്നതിന്റെ അർത്ഥം എന്താ? ഓ, അള്ളാഹു എത്ര പരിശുദ്ധൻ എന്നാണ്. ആണോ? ആ, അതെ. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് നല്ലതാണോ? ആ, നല്ലതാണ്. എന്നാലേ ഞാൻ എല്ലാ ഫർള് നിസ്കാരത്തിനും 99 വട്ടം ചൊല്ലു ഓരോ ദിക്റും എന്ന് അയാൾ തീരുമാനിച്ചാലോ അവസ്ഥ കഥ കഴിഞ്ഞു. അയാളെ കഥ കഴിഞ്ഞു. ഞാൻ കഥ കഴിക്കുന്നല്ല, അയാളെ കഥ കഴിഞ്ഞു. ഇസ്ലാം എന്ന് പുറത്തുപോയി. കേട്ടില്ലേ? അപ്പൊ 99 പ്രാവശ്യം ഒരാള് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ ഇസ്ലാം എന്ന് പുറത്തുപോയി. എന്താണ് ഇവരൊക്കെ വിവരോ? സുബ്ഹാനല്ലാഹ് 99 വെച്ച് 100 പറഞ്ഞാ ഇസ്ലാം എന്ന് പുറത്തു പോവോ മൗലവി? നിസ്കാരത്തിന് ശേഷം 33 സുബ്ഹാനല്ലാഹ് പ്രത്യേകം സുന്നത്തുണ്ട്. അത് 33 തന്നെ ചൊല്ലൽ പ്രത്യേകം പുണ്യമാണ്. പക്ഷെ ഒരാളൊരു 99 ചൊല്ലിയ ഇസ്ലാം എന്ന് പുറത്തു പോവൂല, ഹറാമാവൂല. അദ്ദേഹം ആ 99 ഞാൻ ചൊല്ലുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് ഇസ്ലാം എന്ന് പുറത്തു പോകും എന്ന് ലോകത്തൊരു മനുഷ്യനും ഒരു ബുദ്ധിയുള്ളവനും പറയൂല.